നമസ്കാരം. ജാങ്കോ ഉപയോഗിച്ച് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉള്ള കുറച്ച് ക്ലാസ്സുകൾ പറഞ്ഞത് എങ്ങനെ നമുക്കൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം, ആ ബ്ലോഗ് എങ്ങനെ അതിലേക്ക് പോസ്റ്റ് ആഡ് ചെയ്യാം, ജസ്റ്റ് ഞാനത് റൺ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്, കുറച്ച് ബ്രേക്ക് വന്നു. അപ്പോൾ ഈ പ്രൊജക്റ്റ് എല്ലാവരും മറന്നിട്ടുണ്ടാവും. അപ്പോൾ മറന്നവരൊക്കെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ബിസി ആറിനാണ് പ്രോഗ്രാമൊന്നും ചെയ്യാൻ പറ്റായിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ വെർച്വൽ എൻവയോൺമെൻറ്റ് ഞാനിവിടുന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, CD വെർച്വൽ എൻവയോൺമെൻറ്റ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലോഗ് എന്ന് കൊടുത്തു. ജസ്റ്റ് ഇത് ഞാനൊന്ന് പ്രൊജക്റ്റ് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിതുപോലെ ഒരു പേജാണ് തുറന്നു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതിലേക്കൊരു പോസ്റ്റ് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ഇതിലേക്ക് നമുക്കൊരു പോസ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇതിലേക്ക് ഡാറ്റാസും പിക്ചേഴ്സും ഒക്കെ ചേർത്ത് കൊടുത്തൊരു പ്രോജക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പറഞ്ഞു. അതേപോലെ തന്നെ ആഡ് ചെയ്ത ആ ഡാറ്റാസുകളൊക്കെ നമുക്ക് ഈ ഹോം പേജിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ ടെസ്റ്റ് എന്നില്ല, അതായത് ഇപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്ത എല്ലാ ഡാറ്റാസും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യണം, ആ ഡാറ്റാസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആ ന്യൂസിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. ഇപ്പോൾ ഈ ബ്ലോഗിലെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തത് ആ ഡാറ്റാസ് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ ഈ ക്രിയേറ്റ് ചെയ്തതിലേക്ക് നമുക്ക് പുതിയൊരു പേജ് കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ പേജിൻ്റെ പേര് ഇവിടെ വന്ന് ഈ ടെംപ്ലേറ്റ്സിലേക്ക് പുതിയൊരു HTML പേജ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പേജിൻ്റെ പേര് ഞാനിവിടെ വന്ന് details.html എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. HTML ഇട്ടതിന് ശേഷം H1ൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത്രയും കാര്യങ്ങൾ ഇതിൽ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ വ്യൂ എന്നുള്ള ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ വന്ന് വ്യൂ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ പേജിനൊരു മെത്തേഡ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫ് എന്ന് എഴുതി അതിനുശേഷം നമുക്കിവിടെ വന്ന് ഡീറ്റെയിൽസ് എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, റിക്വസ്റ്റ് എന്ന് ചേർത്തു. അതിനുശേഷം ഒരു കോളൻ ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് റിട്ടേൺ, അതിനുശേഷം ഇവിടെ വന്ന് റെൻഡർ, അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ്, അതിനുശേഷം കോമ ഇട്ടതിന് ശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് ആ ബട്ടണിൽ ആ ലിങ്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ഏത് പേജിലേക്കാണോ പോകേണ്ടത് ആ പേജിൻ്റെ പേരും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് details.html എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് പേജിലേക്കാണോ നമുക്ക് പോകേണ്ടത് ആ പേജിൻ്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ URLിലേക്ക് പോവാം. URLിലേക്ക് പോയതിന് ശേഷം ഇപ്പോൾ ഇവിടെ വന്ന് പാത്ത് ഉണ്ട്, അതേപോലെ തന്നെ പോസ്റ്റ് എന്നുള്ള രണ്ട് ഭാഗമുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ പേജ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് പാത്ത് എന്ന് ചേർത്തു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ പേജിൻ്റെ പേര് ഡീറ്റെയിൽസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം വ്യൂസ് ഡോട്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത ആ മെത്തേഡിൻ്റെ പേര് കൊടുത്തു. ഇതിന് നമുക്കൊരു നെയിം ഇവിടെ ചേർത്ത് കൊടുക്കുക. ഈ നെയിം നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നെയിംസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്ലാഷ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡീറ്റെയിൽസ് എന്ന് ചേർത്ത് കൊടുത്താൽ ഡീറ്റെയിൽസ് എന്ന് ചേർത്ത് കൊടുത്ത് എൻ്റർ അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, നേരെ ആ പേജിലേക്ക് നമുക്കിവിടെ വന്ന് റൺ ചെയ്യിപ്പിച്ച് വന്നു. ഇനി നമുക്കിവിടെ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ പേജിലേക്കായിട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇൻഡെക്സിൽ പോവാം. ഇൻഡെക്സിൻ്റെ ഉള്ളിൽ ഇവിടെ വന്നിട്ട് ഈ
ഭാഗമാണ് നമുക്കിവിടെ വന്ന് ഈ കാണുന്ന ലിങ്കിനായിട്ട് വരുന്നത്. അതായത് ഇമേജ്, ഈ ഹെഡിങ് അടക്കം വരുന്ന ലിങ്ക് ഇത്രയും ഭാഗത്താണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ വന്ന് URL എന്നുള്ളൊരു ഭാഗമുണ്ട്. അവിടെ പോസ്റ്റ് എന്നാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പോസ്റ്റ് എന്നുള്ള പേജിലേക്ക് പോകുന്നത്. ആ പേജ് ഇല്ലാത്തത് കൊണ്ടാണ് അതിവിടെ നമുക്ക് എറർ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ പേജിലേക്കാണ് ഇപ്പോൾ ഇത് ലിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതുപോലൊരു ബ്രാക്കറ്റ് ഇടുക. ഓക്കെ, ഒരു ബ്രാക്കറ്റ് ഇട്ടു. അതിനുശേഷം ഒരു പെർസെൻറ്റേജ് ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് URL എന്ന് ചേർത്തു. അതിനുശേഷം ഒരു സ്പേസ് ഇട്ട് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ, അതായത് ഫസ്റ്റിലും അതേപോലെ ലാസ്റ്റിലും ഡബിൾ കൊട്ടേഷൻ ആയതുകൊണ്ടാണ് ഇടയിൽ നമ്മൾ സിംഗിൾ കൊട്ടേഷൻ ഇട്ടത്. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ URLൻ്റെ ഉള്ളിൽ കൊടുത്തിരുന്ന ഈ ഡീറ്റെയിൽസ് എന്നുള്ള പേര് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഈ നെയിം എന്നുള്ള ഭാഗത്ത് എന്ത് പേരാണോ നിങ്ങൾ ചേർത്ത് കൊടുത്തത് ആ പേരാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഡീറ്റെയിൽസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് വീണ്ടും പെർസെൻറ്റേജ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് എഗെയിൻ ഇതൊന്നുകൂടി റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, നേരെ ആ പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ ലിങ്ക് കൊടുത്തത് ഇവിടെ ഓക്കെയാണ്. പക്ഷേ നമുക്കിതിൽ ഈ പ്രൊജക്റ്റിൽ ചെയ്യുമ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജാണ് വരേണ്ടത്. അതേപോലെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരേണ്ടത്. അതേപോലെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരേണ്ടത്. അപ്പോൾ ഇതിൽ ഓരോ ഫയലും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിന് പർട്ടിക്കുലർ ID നമുക്കിതിൽ വരുന്നുണ്ട്. ഇതിനൊരു ID ഉണ്ടാവും, അതേപോലെ ഇതിനൊരു ID ഉണ്ടാവും, അതേപോലെ ഇതിനൊരു ID ഉണ്ടാവും. അപ്പോൾ ആ ID കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് സ്പേസ് ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ വന്ന് ആ ID എന്താണോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ID ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളിവിടെ ഈ ഫോർ ലൂപ്പിൽ കൊടുത്ത A എന്നുള്ളതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ A എന്നിട്ടു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ID എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് എഗെയിൻ ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ചിട്ട് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. പക്ഷേ അവിടെ എറർ വരുന്നുണ്ട്, നമുക്കത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് URLിലേക്ക് പോവാം. അപ്പോൾ ആ ID കൊടുത്തത് കൊണ്ട് ആ ID എന്നുള്ള ഭാഗം നമുക്ക് ഈ URLിൽ ആക്സസ് ചെയ്യാത്തത് കൊണ്ടാണ്, നമുക്ക് ഈ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ആ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ എറർ വന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ URLിൽ പോയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഒരു ടാഗ് ഇട്ടതിന് ശേഷം ഇൻറ്റ്, അതിനുശേഷം ഒരു കോളൻ ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് ID എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കോളനും ഈ ടാഗ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു കാര്യം കൂടി ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ വ്യൂവിൽ പോവുക. വ്യൂവിൽ ഇപ്പോൾ ഡീറ്റെയിൽസ് എന്നുള്ള വാല്യൂ ആണ് ഇവിടെ പാസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഈ കൊടുക്കുന്ന ഈ ID എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടേക്ക് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ID എന്നുള്ളൊരു പാരാമീറ്റർ കൂടി കൊടുക്കാം. അപ്പോൾ നമുക്ക് എഗെയിൻ ഇതൊന്നുകൂടി ബാക്ക് അടിച്ചതിന് ശേഷം ഇതൊന്നുകൂടി റീലോഡ് ചെയ്യാം. ഇനി നോക്കൂ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വന്ന് ഡീറ്റെയിൽസ്, അതിനുശേഷം നമ്മൾ ആ പർട്ടിക്കുലർ ID കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒപ്പം പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിലേക്ക് പാസ് ചെയ്യുന്ന ID 2 എന്നുള്ളതാണ്. അതേപോലെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പാസ് ചെയ്യുന്ന ID 3 എന്നുള്ളതാണ്. അതേപോലെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പാസ് ചെയ്യുന്ന ID എന്നുള്ളത് 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുത്ത ഭാഗം വരെയുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഈ കിട്ടുന്ന IDക്ക് തുല്യമായിട്ടുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റാബേസിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിവിടെ വന്ന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, പോസ്റ്റ് ഈക്വൽ ടു, അതിനുശേഷം പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ മുകളിൽ ഈ ഇമ്പോർട്ട് ചെയ്ത മോഡലിൻ്റെ പേരാണ് പോസ്റ്റ്. എന്നിട്ട് ഇവിടെ വന്ന് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ്, അതിനുശേഷം ആൾ കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്, ആൾ എന്ന് കൊടുത്തത്. അതായത് ഈ സ്ക്രീനിൽ നമുക്ക് എല്ലാ പ്രൊജക്റ്റും ഇതിലേക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് നമ്മളിവിടെ വന്ന് ആൾ കൊടുത്തത്. പക്ഷെ നമുക്കിവിടെ ആൾ വേണ്ട, നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഗെറ്റ് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഗെറ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം ID ഈക്വൽ ടു ID എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഈ ID എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്ത ID-യും ഇവിടെ എന്താണോ കൊടുത്തത് ആ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്ററാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. അടുത്തത് നമുക്ക് ഡാറ്റാബേസിൽ ഏതാണോ ഡീറ്റെയിൽസ് വരുന്നത് അതുമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അവിടെ എന്താണോ കൊടുത്തത് ഈ IDക്ക് തുല്യ, അതായത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ IDക്ക് തുല്യമായിട്ടുള്ള ഡാറ്റാസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഈ പോസ്റ്റ് എന്നുള്ളതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിലേക്ക് പാസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ആദ്യം പോസ്റ്റ് എന്നിട്ടു, അതിന് ശേഷം ഒരു കോളൻ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇവിടെ വന്ന് പോസ്റ്റ് എന്നും ചേർത്ത് കൊടുത്തു.
അപ്പോൾ ഇവിടെ ഈ ഡീറ്റെയിൽസിൽ കിട്ടുന്ന ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡീറ്റെയിൽസ് എന്നുള്ള ഈ പേജിലേക്ക് നമുക്ക് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേജിലേക്ക് നമുക്കിപ്പോൾ ഡാറ്റാസുകൾ അല്ലെങ്കിൽ HTML കോഡൊന്നും ഞാൻ ഇരുന്ന് എഴുതുന്നില്ല. നമ്മൾ ഈ ഇൻഡെക്സ് കൊടുത്ത അതേ കോഡ് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡീറ്റെയിൽസ് എന്നുള്ളതിലേക്കും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക് അത് പേസ്റ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കുറച്ച് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫോർ ലൂപ്പ് കൊടുത്തിട്ടുള്ളത് കാരണം നമുക്കിവിടെ വന്ന് അത് ലൂപ്പ് ചെയ്ത് വരുന്നത് കൊണ്ടാണ്. അതായത് ഇതിൽ വൺ മോർ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് നമ്മളിവിടെ ഫോർ ലൂപ്പ് കൊടുത്തത്. പക്ഷേ ഇതിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ന്യൂസ് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ബ്ലോഗ് മാത്രം നമുക്ക് റീഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർ ലൂപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഫോർ ലൂപ്പ് ഇവിടുന്ന് കളഞ്ഞു. അപ്പോൾ ഫോർ ലൂപ്പ് കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ ഏറ്റവും താഴെ നമ്മളൊരു എൻഡ് ഫോർ എന്നുള്ളത് കൂടി കൊടുത്തിട്ടുണ്ട്. അതും എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾ യൂസ് ചെയ്തത് ഈ ലിങ്കും നമുക്ക് വേണ്ട, നമ്മൾ വേറെ ഒരു പേജിലേക്ക് ലിങ്ക് കൊടുക്കണില്ല. അപ്പോൾ ആ ലിങ്കും നമ്മളിവിടെ ഒഴിവാക്കി. ഇനി ഇവിടെ വന്ന് ഈ a.image URL, അതേപോലെ തന്നെ a.title, അതേപോലെ തന്നെ a.content എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. a.create@. ഇതിൻ്റെ ഭാഗത്തൊക്കെ എന്ത് ചെയ്യുക, ഈ എക്ക് പകരം നമ്മളിവിടെ ഈ വ്യൂവിൽ ഇവിടെ കൊടുത്ത ഈ പോസ്റ്റ് എന്നുള്ളതായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഭാഗത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇതിലും ഇവിടെ വന്ന് ഈ എ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെയും ഈ എ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെയും പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെയും ഈ എ എന്നുള്ള സ്ഥാനത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പോസ്റ്റ് എന്ന് ചേർത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്നുകൂടി റിലോഡ് ചെയ്യാം. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ആ ന്യൂസ് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കാണിക്കും. ഇപ്പോൾ ആ ടെസ്റ്റ് എന്നുള്ള ന്യൂസാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതേപോലെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ആ രണ്ടാമത്തെ ന്യൂസ് മാത്രമാണ് കാണിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഡിസ്പ്ലേ ചെയ്യണില്ല. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ മൂന്നാമത്തെ ഡീറ്റെയിൽസ് ഏതാണോ അതാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഏതാണോ നമ്മളിവിടെ കൊടുത്തത് ആ ന്യൂസ് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണില്ല, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വരുന്നില്ല. ഇപ്പോൾ ഇതിൽ ഒന്നാമത്തിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ ന്യൂസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അതേപോലെ രണ്ടാമത്തിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ രണ്ടാമത്തെ ന്യൂസ് ആയിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് മൂന്നാമത്തതിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ മൂന്നാമത്തെ ന്യൂസ് ആയിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞത് എങ്ങനെ നമുക്കിതിലൊരു ന്യൂസ് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആ ന്യൂസ് നമുക്ക് ഈ പേജിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നിങ്ങൾക്ക് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.